ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യൗവനക്കാരെ, നമ്മൾ ദൈവത്തോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകും. അത് നിശ്ചയമാണ്. അവിടെ നമുക്ക് യാതൊരു കഷ്ടതയും നമുക്ക് അനുഭവപ്പെടുകയില്ല. ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെന്നാലും, ജീവിതത്തിൻ്റെ ഏതു മേഖലകളിൽ നമ്മളായിരുന്നാലും, നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമായ ഒരു കഷ്ടത, അഥവാ കഷ്ടത ഉണ്ടെങ്കിൽ തന്നെ അതിനപ്പുറമായിട്ടൊരു കഷ്ടത ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ ദൈവത്തോടൊപ്പം, ദൈവം നമ്മളോടൊപ്പമാണ്. നമ്മൾ നേരിൻ്റെ വഴിയിലൂടെയാണ് നടക്കുന്നത് എങ്കിൽ. എന്നാൽ നമ്മൾ തിന്മ പ്രവർത്തിക്കുകയും നേരിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്യുമ്പോൾ ദൈവം ഒരിക്കലും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കഷ്ടതയും പ്രയാസങ്ങളും ജീവിതത്തിൽ പരാജയങ്ങളും അടിക്കടി വന്നു ചേരും. അപ്പോൾ നിന്റെ ജീവിതത്തിൽ അടിക്കടി പരാജയങ്ങളും കഷ്ടതകളും വരുമ്പോൾ അത് ദൈവം നിന്റെ കൂടെ ഇല്ല എന്നുള്ളത് മാത്രവുമല്ല, ദൈവം നിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. കാരണം നീ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ അഗ്നിയിലൂടെ നീ കടന്നു പോകുമ്പോൾ, ദൈവത്തിന് അനുരൂപമായിട്ട് നീ തിന്മകളിൽ നിന്നും മാറി ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതിനുവേണ്ടി ദൈവം നിന്നെ തിരിച്ചുവരവ് നടത്തുകയാണ് നിനക്ക് ഈ തരുന്ന കഷ്ടതകൾ. അല്ലാതെ അവൻ നിനക്കൊരു പണിഷ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ശിക്ഷയായിട്ടോ അല്ല നിനക്ക് ഈ കഷ്ടതകൾ തരുന്നത്. നീ തിന്മ പ്രവർത്തിക്കുമ്പോൾ അവൻ നിനക്ക് നിശ്ചയമായും കഷ്ടതകൾ തരും, സംശയമില്ല. പക്ഷെ ആ കഷ്ടത തരുന്നത്, നിനക്ക് സഹനങ്ങൾ തരുന്നത്, നീ തെറ്റിൻ്റെ മാർഗത്തിൽ നിന്നും മാറി കർത്താവിൻ്റെ പാതയിലൂടെ നടന്നു വരുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകരുത്. കാരണം നിങ്ങളുടെ ജീവിതം തിന്മ ഭവിച്ചിരിക്കുന്നു. ആ തിന്മയിൽ നിന്ന് നിങ്ങളെ മാറ്റി നന്മയുടെ വഴിയിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാണ് ഇത്. സംഖ്യാപുസ്തകത്തിൻ്റെ 23 അധ്യായത്തിൻ്റെ 21 വാക്യങ്ങളിൽ കൃത്യമായിട്ട് യഹോവ പറയുകയാണ് ബിലെയാമിലൂടെ, യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേൽ കഷ്ടത ദർശിപ്പാനുമില്ല. യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. കണ്ടോ, യാക്കോബിൽ തിന്മയില്ലാത്തത് കൊണ്ട് അവിടെ കഷ്ടതയില്ല. അവിടെ തിന്മയില്ലാത്തതുകൊണ്ട് കഷ്ടതയില്ല. മാത്രവുമല്ല, അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. കണ്ടോ, അപ്പോൾ അവിടെ തിന്മ പ്രവർത്തിക്കുന്നില്ല, നന്മ പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ദൈവമായ യഹോവ ഇരിക്കുന്നു. അവന് കഷ്ടതയില്ല.